നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിനകത്ത് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അതിനകത്ത് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും SBCIDക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മോഡലിലായിരിക്കും നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന മോഡലിലായിരിക്കും ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യില്ല. 50 മാർക്ക്, ഏകദേശം 48 to 50 മാർക്സ് ഫോക്കസ് ചെയ്യുന്ന ആക്ടുകളോ അതുപോലെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എക്കണോമിക്സ് ഫുള്ളായിട്ടും IT ഫുള്ളായിട്ടും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ ടോപ്പിക്സ് എന്ന് പറയുമ്പം കേരള ഗവേണൻസ് എല്ലാവർക്കും പ്രയാസമുള്ളൊരു ടോപ്പിക്കാണത്. വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല കേരള ഗവേണൻസ്. പക്ഷെ ഞാൻ പറയുമ്പം ഈ ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും പലർക്കും സംശയം വരുന്നത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് കേരള ഡെവലപ്മെന്റ് മോഡലൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ബേസിക് ഫാക്ട്സ് ഒക്കെ പഠിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി പറയുന്നതുകൊണ്ട് വലിയൊരു ടഫ്നെസ് അവിടെ വരില്ല. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും എല്ലാം എടുക്കുന്നത്. ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആക്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ആക്ടുകൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ സെക്ഷൻസും എടുത്തു വെച്ച് പഠിക്കുക. അതിനുശേഷം നമ്മൾ നോട്ട്, ആ രീതിയിലാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ മെസ്സേജ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ ഒരു PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനകത്തുണ്ട് 50 മാർക്കിന് ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്നും ഏകദേശം 15 സെറ്റ് മോക്ക് ടെസ്റ്റ് കൂടെ ചേർത്തിട്ട് 499 രൂപ തൊട്ട് ഒരു 549 രൂപ വരെ അതിനകത്ത് നിൽക്കുന്ന ഫീസേ വരുന്നുള്ളൂ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ആണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ പല ക്ലാസ്സുകളും മുന്നോട്ട് എടുക്കുന്നത്. ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം വരിക. ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു ഫീസ് വാങ്ങിക്കുന്നില്ല, ആദ്യം തന്നെ പറയട്ടെ. 549 to 499 ആണ് കമ്പനി ബോർഡിനൊക്കെ നമ്മൾ പേ ചെയ്യുന്നത് 50 മാർക്സിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും അവൈലബിൾ ആവണം എന്ന് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രൂപയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഫുൾ കണ്ടന്റ് തരാനായിട്ട് ഞാൻ ശ്രമിക്കും. ഒരിക്കലും നമ്മളൊരു പറ്റിക്കാനോ അങ്ങനെ ഒന്നും ഇരിക്കുകയല്ല. ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് എന്റെയും ആഗ്രഹം. സമയം അനുസരിച്ച് ഞാൻ ഇത് ചെയ്യുക തന്നെ ചെയ്യും. ഏകദേശം ഓഗസ്റ്റോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റ് തുടങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ സംശയമായിട്ട് വരുന്നുണ്ട്, സിലബസ് ഇത് പ്രകാരം തീരുവോ, അതുപോലെ കേരള ഗവേണൻസ് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതാണ് മോഡൽ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നതാണ് എല്ലാ ക്ലാസ്സിന്റെയും ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഫോക്കസ് ചെയ്യുന്നവർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മിക്സ്. ശ്രദ്ധിക്കുക, എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പം ഒരു മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങളെയാണ് ഇവിടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കാലഘട്ടം വരെ, ഏകദേശം ഒരു 1990s ആ ഒരു കാലഘട്ടം വരെ 4P എന്നായിരുന്നു ഈ മാർക്കറ്റിംഗ് മിക്സ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ നിലവിൽ അത് 7P ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു അഡീഷണൽ 3 പാർട്ടും കൂടെ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും അത് ഓരോന്നും എന്തൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ വീഡിയോ സെഷൻ ഞാൻ അങ്ങ് ഓഫ് ആക്കുകയാണെ. ഇതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. നോക്കാം. The concept of marketing mix was first coined by Professor Neil Borden 1949. 1949 പ്രൊഫസർ നീൽ ബോർഡൻ ആണ് ആദ്യമായിട്ട് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നീട് 4P എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ട്രിക്ക് കൊണ്ടുവന്നത് ജെറോം മക്കാർത്തി 1960 4Ps ഓഫ് മാർക്കറ്റിംഗ് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കാർത്തി എന്നുള്ള പേര് ഓർത്തു വെച്ചേക്ക. 1960 മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് കൂട്ട് തന്നെ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിംഗിന്റെ ഒരു ടൂള് അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ പ്രോഡക്റ്റിനെ
പ്രൊമോഷനൊക്കെ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കാം, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം പണ്ട് ഒരു കാലത്ത് എനിക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഞാനത് കൊടുക്കുന്നു, അത് ആൾക്കാർ വേണമെങ്കിൽ വാങ്ങിക്കണം അല്ലെ, അല്ലെങ്കിൽ വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി, കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ടായി മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ആ സാധനത്തിന് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി വിൽക്കുന്നു. വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ആ ടൂൾസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? മാർക്കറ്റിംഗ് മിക്സ് ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു സർവീസ് ആയാലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാനൊരു സർവീസ് ഡെവലപ്പ് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സർവീസ്, ഒരു കോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സർവീസാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ 50 മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു, 50 മാർക്കിന്റെ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തു, എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു. ആ പ്രോഡക്റ്റിനെ ഞാൻ റൈറ്റ് പ്ലേസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. അതായത് ഞാൻ എടുക്കുന്ന കോഴ്സ് ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടാണ്. ഈ ഡിഗ്രി മെയിൻസ് നിങ്ങളുടെ മുമ്പിൽ, അതായത് ഡിഗ്രി മെയിൻസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടല്ല കാര്യമുള്ളൂ, അല്ലാതെ LDC നോക്കുന്നവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. സോ റൈറ്റ് പ്ലേസിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നു. റൈറ്റ് പ്രൈസ് ആയിരിക്കണം. ഞാൻ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് റീസണബിൾ ആയിരിക്കണം. അതുപോലെ ഞാൻ കൊണ്ടുവെക്കേണ്ടത് ഈ ഡിഗ്രി മെയിൻസിന്റെ കാലഘട്ടത്തിലായിരിക്കണം. ഡിഗ്രി മെയിൻസ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതുകൊണ്ട് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം പ്രോഡക്റ്റ്, ആ ഒരു ഡെലിവറി ചെയ്യുന്ന സമയം, ഡെലിവറി ചെയ്യുന്ന പ്ലേസ്, ഡെലിവറി ചെയ്യുന്ന ആ ഒരു പ്രൈസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4P, അതിനകത്ത് ഒന്ന് പ്രോഡക്റ്റ് ആണ്, ആ പ്രോഡക്റ്റിന്റെ പ്രൈസ്, പ്രോഡക്റ്റിന്റെ പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഈ 4 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 4Ps: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇതാണ് 4Ps. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്ത് 4Ps ആയിരുന്നു. 1960-ലൊക്കെ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് കൊണ്ടുവന്ന സമയത്ത് 4P എന്നുള്ള ഒരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ അതിപ്പം എന്താണ്, 7Pയിലേക്ക് മാറി. ഓക്കെ, ആ 7Pക്ക് അത് 3 അഡീഷണൽ കൂടെ പഠിച്ചു വെക്കണം നിങ്ങൾ. നോക്കിക്കേ, additional 3Ps were added in the existing 4Ps model to have a proper understanding of the marketing mix, particularly in the case of service marketing. അതായത് ഒരു കാലഘട്ടം വരെ ഈ സർവീസ് മാർക്കറ്റിങ്ങിന് സംഭവങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ ഡോക്ടർ തരുന്ന ഒരു സർവീസ് ആണ്, അഡ്വക്കേറ്റ് ഒരു സർവീസ് ആണ് തരുന്നത്, ഇവന്റ് മാനേജ്മെന്റ് ടീം ഒരു സർവീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ബിസിനസ് ആണോ, അതും പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലെ? അതും പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്കൊരു ഇവന്റ് മാനേജ്മെന്റ് അടുത്തേക്ക് പോയി സംസാരിക്കുന്ന സമയത്ത് അവർ ഓരോരോ മോഡൽസ് ആണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വെക്കും. അത് സർവീസ് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഇതിനെല്ലാത്തിനും തന്നെ, അതായത് ഒരു കാലഘട്ടം വന്നപ്പോൾ സർവീസ് മാർക്കറ്റിംഗും കൂടെ മുന്നോട്ട് വന്നു പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 3 Ps എന്ന് നോക്കിക്കേ പുതിയതായിട്ട് വന്നത്? പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്ന 3 കൂടെ ആഡ് ചെയ്തു. അപ്പം 4 Ps ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാ? 4Ps: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പൊ ഞാൻ ഈ കോഴ്സിന്റെ കാര്യം പറഞ്ഞത് വെച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഡെവലപ്പ് ചെയ്ത കോഴ്സാണ് എന്റെ പ്രോഡക്റ്റ്, അത് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസിന് ഞാൻ കൊടുക്കണം, കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ ആയിരിക്കണം, ഡിഗ്രി മെയിൻസ് എഴുതുന്നവരുടെ മുമ്പിലേക്കായിരിക്കണം ഞാൻ ഇത് വെക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം റൈറ്റ് ടൈം ആയിരിക്കണം, റൈറ്റ് പ്ലേസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ട് തന്നെ റൈറ്റ് പ്രോഡക്റ്റ് ഒക്കെ ആയിരിക്കണം. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, കൃത്യമായിട്ടൊരു പ്രൈസ് ഇട്ടു, കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു, ഞാൻ പ്രൊമോഷനും ചെയ്യണം, എന്റെ ചാനൽ വഴിയോ അല്ലാതെയൊക്കെ ഞാൻ പ്രൊമോഷനും ചെയ്യണം, എങ്കിലേ നിങ്ങളിലേക്ക് അത് എത്തത്തുള്ളൂ. ഇതായിരുന്നു ആദ്യത്തെ ഈ മാർക്കറ്റിംഗ് മിക്സ്. പിന്നെ 4Psന്റെ കൂടെ ഒരു 3Psഉം കൂടെ വന്നു. അതായത് 3P ഏതൊക്കെയാ? പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. സോ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആൻഡ് പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസസ്. അങ്ങനെ 7 മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇനി തെറ്റിക്കരുത്, ചോദ്യം വരും. അപ്പം ഏതൊക്കെയാണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എഴുതണേ. പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ് ഈസ് കോൾഡ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പം 1990 ഈ 4Ps were tailored to the 4CS. അതുവരെ 4Ps ആയിരുന്നു, പിന്നെ അത് 4CS ആയിട്ട് മാറി. അതായത് CS മീൻസ് കസ്റ്റമർ സർവീസ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറാൻ തുടങ്ങി. അപ്പൊ കസ്റ്റമർ ആണ്, ഞാൻ പറഞ്ഞു പണ്ട് കാലത്ത് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, നിങ്ങളെല്ലാം വാങ്ങിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കി നിങ്ങൾ വാങ്ങിക്കണം.
ഇപ്പോഴത് എങ്ങനെ മാറി? കസ്റ്റമർ ആണ് നമ്മുടെ കിങ് എന്ന് പറയുന്നത്. കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. സോ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറയുന്നത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പൊ നോക്കിക്കേ, ദ പ്രോഡക്റ്റ് വിൽ നോട്ട് ക്രിയേറ്റ് ഇറ്റ്സ് ഡിമാൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് വാണ്ടഡ് ബൈ ദ കസ്റ്റമർ. This was done to place less focus on the business and more on the customers. So 4CS എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് മിക്സ് കൂടെ വന്നു. അതിനകത്ത് CS എന്ന് പറയുമ്പോൾ കസ്റ്റമർ, കോസ്റ്റ്, കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് കൂടെ മാർക്കറ്റിംഗ് മിക്സ് വന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുകയാണ്, മാർക്കറ്റിംഗ് മിക്സിനകത്ത് 4Ps എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്തും? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. പിന്നെ അഡീഷണൽ വന്ന 3Ps അല്ലെങ്കിൽ സർവീസ് പീസ് എന്ന് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതും? നമ്മുടെ പീപ്പിള്, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. ഇനിയും പിന്നെയും ചോദിക്കുകയാണ് 4CS ഇൻ മാർക്കറ്റ് മിക്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? കസ്റ്റമർ, സികള്, 4 സികള്, കസ്റ്റമർ, കോസ്റ്റ്, കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ഗുഡ് മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോട് ചേർന്നാലാണ് നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഒന്നുകൂടെ പറയാം, മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ സെറ്റ് ഓഫ് കൺട്രോളബിൾ മാർക്കറ്റിംഗ് ടൂൾസ് ദാറ്റ് ആസ് എ കമ്പനി യൂസസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് അച്ചീവ് ഇറ്റ്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഇറ്റ്സ് കോമൺലി നോൺ ആസ് 4Ps ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പം 4Ps ഓഫ് മാർക്കറ്റിംഗ്. നമ്പർ 1 പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. എന്താ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുകൂട്ട് തന്നെ അതിനകത്ത് തന്നെ ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. ഞാൻ കൊടുക്കുന്ന ഒരു സർവീസ് ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? അതായത് നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല, ഒരു ഗുഡ് അല്ല. നമ്മൾ പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോവല്ല സർവീസിൽ ചെയ്യുന്നത്, നമ്മൾ ചെന്ന് ഒരു സർവീസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിനകത്ത് തന്നെ സർവീസസും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. സർവീസസ് ഇൻടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഗുഡ്സ്, കാരണം മൂവ്മെന്റ് ഉള്ളത്. The product have fluctuating life cycle, such as it is very important to do extensive research before developing a particular. ഈ പറഞ്ഞതുകൂട്ട് തന്നെ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും, അതായത് ഇതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ നോക്കണം. ഇത് എത്ര നാൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയും പൈസ മുടക്കുന്നു, അപ്പൊ ഇത് എത്ര നാൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനൊരു എക്സ്റ്റെൻസീവ് റിസർച്ച് നടത്തിയിട്ടായിരിക്കണം നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, എ പ്രോഡക്റ്റ് ഹാസ് സർട്ടൻ ലൈഫ് സൈക്കിൾ ദാറ്റ് ഇൻഡിക്കേറ്റ് എ ഇൻട്രൊഡക്ഷൻ. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആള് നോക്കുന്ന ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് പ്രോഡക്റ്റിന് ഒരു സൈക്കിൾ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒരു ലൈഫ് സൈക്കിൾ പ്രോഡക്റ്റിനും ഉണ്ട്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് ഉണ്ട്, അതിന് ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, ഒരു മെച്യൂരിറ്റി ഫേസ് ഉണ്ട്, ആൻഡ് ഡിക്ലൈൻ ഫേസ് ഉണ്ട്. നമ്മൾ പറയില്ലേ, ഇത് വരെ നല്ല സമയമായിരുന്നു, പീക്ക് സമയമാണ്, ഈ സമയത്ത് നീ ചെയ്തോ. അത് കഴിയുമ്പോൾ പറയും ആ പീക്കിൽ നിൽക്കുന്ന, ഇപ്പൊ സിനിമാ നടന്മാരുടെ കാര്യമാണെങ്കിലും പറയും, ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം ഒരാളെ എപ്പോഴും കാണാൻ പറ്റും, ഏത് സിനിമ എടുത്താലും അയാളുണ്ട്. അപ്പൊ നമ്മൾ പറയും അവന്റെ നല്ല സമയം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ മെച്യൂരിറ്റിയും കഴിഞ്ഞിട്ട് അയാൾ താഴോട്ട് വരും, പിന്നെ അയാളെ കാണാനേ ഇല്ല. അപ്പൊ നമ്മൾ പറയും അയാൾ ഡിക്ലൈൻ ആയിട്ട് പോയി. അത് എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും എല്ലാ പ്രോഡക്റ്റിന്റെ കേസിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം പ്രോഡക്റ്റിന്റെ ഫേസസ് ഏതൊക്കെയാ? ഒന്ന് ഇൻട്രൊഡക്ഷൻ ഫേസ്, 2 ഗ്രോത്ത് ഫേസ്, മെച്യൂരിറ്റി ഫേസ് ആൻഡ് ദ ഡിക്ലൈൻ ഫേസ്. ഓക്കെ, അപ്പം ഇത് പിക്ചറിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഫേസ്, ഒരു പ്രോഡക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു, ഈ പ്രോഡക്റ്റ് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തി, അത് ഗ്രോത്ത് ആവാൻ തുടങ്ങി, ഇത് ഹൈ ഗ്രോത്തിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചു തുടങ്ങി, കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് താഴോട്ട് വന്നത് ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അപ്പം എപ്പോഴും നമ്മളൊരു സാധനം, അപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാർക്കറ്റേഴ്സിനോട് പറയുന്നത് എന്താ? ഇമ്പോർട്ടന്റ് ഫോർ ദ മാർക്കറ്റേഴ്സ് ടു റീഇൻവെന്റ് പ്രോഡക്റ്റ് ടു എൻകറേജ് ആൻഡ് സ്റ്റിമുലേറ്റ് മോർ ഡിമാൻഡ് വൺസ് ഇറ്റ് റീച്ചസ് എ സെയിൽ ഡിക്ലൈൻ ഫേസ്. ഡിക്ലൈൻ ഫേസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു റീഇൻവെന്റ് പ്രോഡക്റ്റ് മാർക്കറ്റേഴ്സ് നോക്കി വെച്ചിരിക്കണം, അല്ലെ? ഇത് ഡിക്ലൈൻ ആവുമെന്ന് തിരിച്ചറിയണം. ഡിക്ലൈൻ ആവുന്നതിനെ നമുക്ക് റീഇൻവെന്റ് ചെയ്യാനായിട്ട് കൂടെ സാധിക്കണം. It should create an impact in the mind of the customers which is exclusively and different from the competitive product. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ അത് നിൽക്കണം. കാരണം സെയിം പ്രോഡക്റ്റ് തന്നെ പല ആൾക്കാരും മറ്റുള്ളവരും ഉണ്ടാക്കും. ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അപ്പം ഒന്നാമത്തെ മാർക്കറ്റിംഗ് ടൂൾ പ്രോഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ പ്രൈസ് ആണ് രണ്ടാമത്തെ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പ്രൈസിന്റെ കാര്യം. എന്താ പ്രൈസിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഒരു സാധനം ഒരാൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ കസ്റ്റമർ ആ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കാനുള്ള മുതൽ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം, അല്ലെ? നമ്മൾ തന്നെ കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് എന്ന് പറയണം. അതുപോലെ ഇവിടെ സൈക്കോളജിക്കൽ പ്രൈസിങ് വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, 1000 എന്ന് പറയുന്നതിനേക്കാളും 999, 999 എന്ന് പറയും. കാരണം എന്താ? അത് നമ്മുടെ സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. കാരണം എന്താ? 1000 എന്ന് കാണുമ്പോൾ അതൊരു 1000 രൂപയോ
അതേസമയം 999 എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും? 999 അല്ല ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വരും. ഒരു 3 ഡിജിറ്റ് കാണുന്നത് 4 ഡിജിറ്റ് കാണുന്നതും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രൈസ് ടാഗ് ഒക്കെ. അതുപോലെ പ്ലേസ്, ഇനി എവിടെയാണ് ഞാൻ ഇത് കൊണ്ടുവന്ന് വിൽക്കാൻ പോകുന്നത്? സെല്ലിംഗ് ദം ടു ദ കസ്റ്റമേഴ്സ്, എവിടെയാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ഞാൻ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനം ആവശ്യമുള്ള ഇടത്തായിരിക്കണം വിൽക്കേണ്ടത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വലിയ കാര്യങ്ങൾ പറയാനില്ല. പിന്നെ പ്രൊമോഷൻ ആണ്. അതായത് ഞാനൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഏരിയാസിൽ കൊണ്ടു നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊമോഷൻ ചെയ്യണം അല്ലെ. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആൻഡ് എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് ആണ്. കാരണം അതിന് പൈസ മുടക്കിയേ പറ്റൂ. അവിടെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ പരസ്യങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം, സെയിൽസിന്റെ പ്രൊമോഷനോ അങ്ങനെ എന്തും ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ? നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇത് ഇത്രയും ചേരുന്നതാണ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ്. എന്തായിരുന്നു? പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, ദെൻ പ്രൊമോഷൻ ഉണ്ട്. അഡീഷണൽ 3 P's ഏതൊക്കെയാ വന്നത് 1990s? ഒന്ന് പീപ്പിൾ ആണ്. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓൾ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ഇൻ ഡെലിവറിങ് എ സർവീസ്, എസ്പെഷ്യലി എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ്. അവിടെ മനുഷ്യർ എന്ന് പറയുമ്പോൾ കൊണ്ടു കൊടുക്കുന്ന ആളുണ്ട്, വാങ്ങിക്കുന്ന ആളുണ്ട്. രണ്ടാൾക്കാരും ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിങ്ങിനകത്ത് 2 പേര്, ഉണ്ടാക്കുന്ന ആളും കൊണ്ടു കൊടുക്കുന്ന ആളും ഈ പ്രോസസ്സിനകത്തുള്ള ആൾക്കാരും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വാങ്ങിക്കുന്ന ആളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എംപ്ലോയീസ് ഡയറക്ട്ലി ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, സർവീസ് ക്വാളിറ്റി ഡിപ്പെൻഡന്റ് ഓൺ എംപ്ലോയീസ് ബിഹേവിയർ ആൻഡ് സ്കിൽസ്, പ്രോപ്പർ റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എല്ലാം ചെയ്യണമെന്നാണ് പറയുന്നത്. എംപ്ലോയീസ് ഡയറക്ട്ലി കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ എംപ്ലോയി ഉണ്ടാക്കുന്ന ആളുടെ ആ ഒരു ബിഹേവിയറും സ്കില്ലും ക്വാളിറ്റിക്കകത്ത് പ്രതിഫലിക്കും ആണല്ലോ. അപ്പം കൃത്യമായിട്ട് നമ്മൾ കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് കൃത്യമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. എംപ്ലോയീസിന്റെ കൃത്യമായിട്ട് ഫീഡ്ബാക്കും ഒക്കെ എൻകറേജ് ചെയ്യണം. അവർക്ക് വേണമെങ്കിൽ നമ്മൾ പറയില്ലേ സാലറി ഹൈക്കും പ്രത്യേകിച്ച് ഇൻസെന്റീവ്സും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഇവർ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ സംഭവം. അതുപോലെ 2 പ്രോസസ്സ് എന്ന് പറയുന്നത്. 3 P'സിനകത്ത് അടുത്തതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊസീജിയർ ആണ്. സിസ്റ്റം ആൻഡ് ആക്ടിവിറ്റീസ് യൂസ് ടു ഡെലിവർ സർവീസസ് ടു കസ്റ്റമേഴ്സ് ആണ്. അതായത് സർവീസ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഈ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് വരുന്നത്? ഫിസിക്കൽ എവിഡൻസ് ആണ് അല്ലെ. ഇവിടെ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് ദാറ്റ് ഹെൽപ് കസ്റ്റമേഴ്സ് ഇവാലുവേറ്റ് എ സർവീസ്. അതായത് സർവീസസ് ഇൻടാഞ്ചിബിൾ ആണ്. കാരണം എന്താ? ഒരു സർവീസിന് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് ഫിസിക്കലായിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാലേ എനിക്ക് എന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു കൗൺസിലിങ്ങിന് ഇപ്പൊ എന്റെ ഫീൽഡ് ഒരു കൗൺസിലറാണ്. അപ്പൊ ഒരു കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച് അതിനകത്ത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പേഴ്സണലി നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ പറ്റില്ല. അപ്പൊ സർവീസ് ഒരു ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് അവിടെ ഫിസിക്കൽ എവിഡൻസ് തന്നെ വേണ്ടി വരും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഫൈനൽ പ്രോഡക്റ്റ് ആവാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇന്റീരിയർ ഡിസൈൻ കഴിയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. അതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആണ്. നേരിട്ടുള്ള ഒരു സംഭവങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് മാർക്കറ്റിംഗ് മിക്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 1990 ഈ 4 P'സിനെ എന്താ 4 CS മാറ്റി എന്ന് പറഞ്ഞു. 4 CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിക്കും. കസ്റ്റമർ, കോസ്റ്റ്, കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 എണ്ണമാണ് അവിടെ 4 C'സിനകത്ത് വരുന്നത്. ചോദിക്കും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കുറെ നേരമായിട്ട് നമ്മൾ പറഞ്ഞ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു. അതായത് പ്രോഡക്റ്റിനെ നമ്മൾ പ്രധാനമായിട്ട് 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ പ്രോഡക്റ്റ്, അതായത് ഫിസിക്കൽ ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. നമുക്ക് പോയി തൊട്ടൊക്കെ നോക്കി ആക്ച്വൽ ഫിസിക്കൽ പ്രസൻസ് ഒക്കെ നോക്കി മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, ടാബ്ലറ്റും ലാപ്ടോപ്പും കാറും ഒക്കെ പോയി നമുക്ക് തൊട്ട് നോക്കി ഓടിച്ചു നോക്കി ഒക്കെ എടുക്കാം. ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഫിസിക്കൽ പ്രസൻസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇൻഷുറൻസ് പോളിസി ഒരു വിശ്വാസത്തിന്റെ പേരിൽ എടുക്കുകയാണ്. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒരു വിശ്വാസമാണ്. മ്യൂസിക്, വീഡിയോ ഫയൽസ് എക്സാമ്പിൾ ആണ്. സർവീസസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ് കേട്ടോ. ഈ സർവീസസിന് ഇൻടാഞ്ചിബിളിനകത്ത് വരുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് തൊട്ട് നോക്കിയിട്ടോ ഈ പറഞ്ഞോട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്വാളിറ്റി അറിയാം, ഞാൻ കൊള്ളാവോ ഇല്ലയോ എന്നറിയാം. അല്ലാതെ വേറെ ആർക്കും പറയാൻ പറ്റില്ല. വന്ന് ഇതിന്ന് അപ്രോച്ചബിൾ ആയിട്ട് സംസാരിച്ച ഒരാൾക്കല്ലേ അറിയാൻ പറ്റൂ, അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം അതും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് മാർക്കറ്റിംഗ് മിക്സിനകത്ത് അറിയേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ മെസ്സേജ് ആയിട്ടും പിൻ ചെയ്തേക്കാം ഫുൾ ഡീറ്റെയിൽസ്. അതിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ.
അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.